അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ജനുവരി 22-ന് ഇന്ത്യ മുഴുവൻ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും കേന്ദ്ര സ്ഥാപനങ്ങൾക്കും കേന്ദ്ര വ്യവസായ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ദിവസം ഉച്ചയ്ക്ക് 2:30 വരെ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം ഇറക്കിയ ഉത്തരവ് ഇന്ത്യൻ ഭരണഘടനയ്ക്ക് തന്നെ വിരുദ്ധമല്ലേ? മതേതര റിപ്പബ്ലിക് എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ട് ഒരു സംസ്ഥാനത്തെ UP-യിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് അവിടെ പ്രാദേശികമായിട്ട് തിരക്ക് കണക്കിലെടുത്ത് അവധി കൊടുക്കുന്ന നമുക്ക് മനസ്സിലാക്കാം. ഒരു സംസ്ഥാനം മുഴുവൻ അവധി കൊടുക്കുന്നത് പോലും നമ്മുടെ ഭരണഘടനാ പ്രകാരം മതേതര സങ്കല്പങ്ങൾ പ്രകാരം നിയമപരമല്ല. അതിനെ രാഷ്ട്രീയവൽക്കരണം എന്ന് പറയാം, അല്ലെ ഭരണ സംവിധാനത്തിൻ്റെ ദുർവിനിയോഗം, അധികാര ദുർവിനിയോഗം എന്നൊക്കെ പറയാം. അതല്ലേ ഇപ്പോൾ ഈ സംഭവിച്ചിരിക്കുന്നത്. എന്തടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ദിവസത്തെ അവധി പ്രഖ്യാപിച്ചത്? ഇത് നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ? നമ്മൾ ആലോചിച്ച് ഇങ്ങനെ ഓരോന്നിനും നമ്മൾ ഭരണയന്ത്രത്തെ ഇങ്ങനെ ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ ഇതെവിടെ ചെന്ന് നിൽക്കും? അയോധ്യയിലേത് സർക്കാർ വക ക്ഷേത്രമല്ല. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങളൊന്നും അതിനകത്ത് വിലപ്പോകുന്നതല്ല. അത് ഒരു ട്രസ്റ്റ്, സുപ്രീം കോടതി വിധി പ്രകാരം രൂപീകൃതമായ ട്രസ്റ്റാണ് അവിടെ ക്ഷേത്രം നിർമ്മിക്കുന്നത്. അവിടെ ഒരു സർക്കാർ ഇടപെട്ടിട്ട് അതിൻ്റെ പേരിൽ പൊതു അവധിയൊക്കെ പ്രഖ്യാപിക്കുന്ന തലത്തിലേക്ക് പോകുന്നത് നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് ഒട്ടും നിരക്കുന്നതല്ല എന്ന് ഈ ഭരിക്കുന്ന BJP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി, അതാണ് ശങ്കരാചാര്യന്മാർ ചൂണ്ടിക്കാണിച്ചത്. 4 ശങ്കരാചാര്യന്മാർ ചൂണ്ടിക്കാണിച്ച കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെയ്ത വീഡിയോയിൽ പറയുന്നത് പോലെ ഒരു പൊളിറ്റിക്കൽ അതോറിറ്റിയായ പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ഒരു പ്രതിഷ്ഠാ ചടങ്ങിലെ കാർമ്മികനായിട്ട് വരാൻ പാടില്ല. അത് തന്നെ ആചാര ലംഘനമാണ്. അത് അവർ പറയുന്ന വേർഷൻ. അതൊന്ന്. 2, ഒന്ന് അവിടെ തന്നെ ഹിന്ദു വിശ്വാസപ്രകാരം ആരാധനാക്രമം തെറ്റിക്കുന്നു, പാലിക്കുന്നില്ല. പ്രതിഷ്ഠയ്ക്ക് വേണ്ടി പണി തീരാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താൻ പാടില്ല എന്നാണ് ആചാര്യന്മാർ ചൂണ്ടിക്കാണിക്കുന്നത്. അതെന്തുമാവട്ടെ, വിശ്വാസികൾക്കുള്ള തീരുമാനങ്ങളാണ്. പക്ഷെ അതിന് ചില നിയമാവലികളും ചില കീഴ്വഴക്കങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് 4 ശങ്കരാചാര്യന്മാർ പറയുന്നത്. അതിന് കേന്ദ്ര ഗവൺമെന്റ് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അതൊരു വശം. പിന്നെ അങ്ങനെ ഒരു പ്രതിഷ്ഠ അവിടെ നടത്താൻ പ്രധാനമന്ത്രിക്ക് പൊളിറ്റിക്കൽ ഹെഡ് എന്ന നിലയ്ക്ക് അതിനുള്ള യോഗ്യതയില്ല. അർഹതയുള്ളവരാണ് പ്രതിഷ്ഠ നടത്തേണ്ടത് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഹിന്ദു മതവിശ്വാസത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന സന്യാസിമാര്, അത് അവരുടെ നിലപാട്. ഇത് മറുവശത്ത് അവധി പ്രഖ്യാപിക്കുക എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം എത്രയോ ഭരണഘടനാ വിരുദ്ധമാണ് എന്നുകൂടി നമ്മൾ ആലോചിക്കുക. ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടക്കുമ്പോൾ പ്രാദേശിക അവധികൾ കൊടുക്കാറുണ്ട്. നമ്മളൊക്കെ അതിനെ മാനിക്കുന്നവരാണ്. ഇപ്പോൾ അടുത്ത സമയത്ത് ഒരു ഉദാഹരണം, മകരവിളക്ക് ജനുവരി 15-ന് മകരവിളക്ക് കഴിഞ്ഞതേ ഉള്ളൂ. മകരവിളക്ക് ദിവസം ഈ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ ഈ സമീപ പ്രദേശങ്ങളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിരുന്നു. അത് ആ തിരക്കിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ശബരിമല വിളക്കിനോടനുബന്ധിച്ചുള്ള തിരക്കിനെ കുറയ്ക്കാൻ വേണ്ടിയാണ് അന്ന് വിദ്യാലയങ്ങൾക്ക് പൊതു അവധി പ്രഖ്യാപിച്ചത്. അത് ഈ വർഷം മാത്രമല്ല, മുമ്പ് UDF ഗവൺമെന്റ് ഭരിക്കുമ്പോഴും പിന്നെ LDF വന്ന് ഭരിക്കുമ്പോഴും ഒക്കെ എല്ലാ വർഷവും ചെയ്യുന്ന ഒരു നീക്കുപോക്കാണ്, ഒരു അറേഞ്ച്മെന്റാണത്. അതായത് ആ തീർത്ഥാടനമല്ലേ, ആ ഉത്സവം സുഗമമായിട്ട് നടന്നു പോകാൻ വേണ്ടിയാണ്. അതുപോലെ അയോധ്യയിൽ വേണമെങ്കിൽ അവധി കൊടുക്കാം, അവിടുത്തെ ഗതാഗതം നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഏർപ്പെടുത്താം. ഇനി അതിനപ്പുറം UP-യിൽ തന്നെ അവധി പ്രഖ്യാപിച്ചാൽ തന്നെ അതത്ര ശരിയാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പോയാൽ എന്തിനൊക്കെ ഏതിനൊക്കെ നമുക്ക് അവധി പ്രഖ്യാപിക്കേണ്ടി വരും? ഭരണത്തിലിരിക്കുന്നവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിനങ്ങ് അവധികൾ തീരുമാനിച്ചാൽ മതിയോ? ഭരണഘടന ഉറപ്പുവരുത്തുന്ന കാര്യങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥരല്ലേ സത്യപ്രതിജ്ഞ ചൊല്ലി ഈ അധികാരം ഏറ്റെടുത്ത നമ്മുടെ പ്രധാനമന്ത്രിയായാലും മറ്റു മന്ത്രിമാരായാലും ഏത് പൊളിറ്റിക്കൽ അതോറിറ്റി ആയാലും അത് മാനിക്കേണ്ടതല്ലേ? ഇതിനി നിയമവ്യവസ്ഥയിൽ കോടതിയിൽ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടാം.
ചോദ്യം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ എങ്ങനെയാണ് പരമോന്നത കോടതികൾ, സുപ്രീം കോടതി ഉൾപ്പെടെ അതിൽ നിലപാടെടുക്കുക എന്നതൊക്കെ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിനിപ്പോൾ ആരെങ്കിലും കോടതിയിൽ ഇതിൻ്റെ പേരിൽ പോകുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം കോടതിയിൽ പോയാൽ പോലും കോടതിയിൽ പോകുന്നത് പേടിച്ചിട്ട് പോകാതിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇനി ആരെങ്കിലും ഇതിനെതിരെ കോടതിയിൽ പോയാൽ അവർ നോട്ടപ്പുള്ളിയാകും. അതല്ലേ അവസ്ഥ ഇവിടുത്തെ. അപ്പം നമ്മുടെ ജനാധിപത്യവും നമ്മുടെ പൗരാവകാശങ്ങളും പൗരാവകാശ സംരക്ഷണവും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും മതേതരത്തിലും ജനാധിപത്യത്തിലും അടിസ്ഥാനമായ റിപ്പബ്ലിക് ആയ ഇന്ത്യയുടെ ഈ ഒരു ആ ഭരണഘടനയിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാതിരിക്കുക ഒരു സർക്കാർ, കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരുകളായാലും. അപ്പോൾ അയോധ്യയിലെ രാമൻ ഉന്നയിക്കുന്നത് ഇങ്ങനെ ഒട്ടേറെ നിയമപ്രശ്നങ്ങളും ജനാധിപത്യത്തിന്റെ പ്രശ്നങ്ങളുമാണ്. ഇതുകൊണ്ടാണ് ആചാര്യന്മാരും അല്ലാത്തവരും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അയോധ്യയിലെ രാമൻ യഥാർത്ഥ രാമനല്ല, പൊളിറ്റിക്കൽ രാമനാണ് എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വിമർശനം വരാൻ ഇടയാക്കി എന്ന് കേന്ദ്ര ഗവൺമെന്റും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പരിശോധിക്കണം, അല്ലെങ്കിൽ BJPയും RSS നേതൃത്വവും പരിശോധിക്കണം. പല കോണുകളിൽ നിന്ന് ഇത് പൊളിറ്റിക്കൽ രാമനല്ല, യഥാർത്ഥ രാമൻ വേറെ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാം മലയാളികൾ പോലും പണ്ടിവിടെ രാമായണ മാസാചരണമൊന്നും പണ്ടുകാലത്തില്ലായിരുന്നു. ശ്രീരാമൻ ഇവിടെ വലിയൊരു ഐക്കണായിട്ടൊന്നും കേരളത്തിൽ അങ്ങനെ വലിയ പ്രചാരത്തിലൊന്നും ഇല്ലായിരുന്നു, കൃഷ്ണനെ പോലെ അല്ലെ അയ്യപ്പനെ പോലെ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം രാമനെ ഇങ്ങനെ ഇവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നതിന് പിന്നിൽ തന്നെ വേറൊരു വലിയ ഹിന്ദുത്വ അജണ്ട കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. അതായത് BJPക്ക് ക്ലച്ച് പിടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ എങ്ങനെ ക്ലച്ച് പിടിപ്പിക്കാം എന്നുള്ളതിന് പൊളിറ്റിക്കൽ രാമനെ ഇവിടെ കൂടി അവതരിപ്പിക്കുന്നുണ്ട് എന്നതുകൂടി അടുത്ത കാലത്തെ പ്രധാനമന്ത്രിയുടെ ഈ പറയുന്ന തൃപ്രയാർ സന്ദർശനം ഉൾപ്പെടെ നമുക്ക് കൂട്ടി വായിക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ പിന്നിലെ അജണ്ട എന്താണെന്നുള്ളത് വായിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മുടെ രാമൻ എന്താണ്? നമ്മുടെ മനസ്സിൽ ഒരു രാമനുണ്ട്, നമ്മൾ പാഠപുസ്തകത്തിൽ പഠിച്ചൊരു രാമനുണ്ട്, മര്യാദ പുരുഷോത്തമനായ ഒരു രാമനുണ്ട്, നമ്മുടെ വിശ്വാസത്തിലൊരു രാമനുണ്ട്. ആ രാമനും ഇപ്പോൾ നമ്മൾ BJP സംഘപരിവാർ അവതരിപ്പിക്കുന്ന രാമനും തമ്മിൽ എന്തൊരു വ്യത്യാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചറിയാതെ പോയാൽ ഇനിയും ഇത്തരം ജനാധിപത്യ ദുരന്തങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന കാര്യം ഓർക്കുക.